ഇത് വന്നിട്ട് ഗോൾഡ് കോയിൻ. ഇതും ഗോൾഡൻ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നതാണ്. നല്ല തിക്കായിട്ടുള്ള ലീഫാണ്. നല്ലൊരു ചെടിയത് ഗോൾഡ് കോയിൻ. ഈ പ്ലാന്റുകളെല്ലാം ഇതെല്ലാം മ്യൂട്ടേറ്റഡ് പ്ലാന്റ്സ് ആണ്. സുക്സം റെഡിൽ നിന്ന് വന്ന മ്യൂട്ടേഷൻസ് ആണ്. ഇത് വന്നിട്ട് ഒരു പിങ്കിഷ് കളർ വന്നിട്ടുണ്ട്. ഇതൊരു നല്ലൊരു മ്യൂട്ടേഷനാണ്. ഇത് ഓറഞ്ച് സുക്സം എന്ന പേരിൽ തായ്ലൻഡിലൊക്കെ സെയിൽ ആവുന്നുണ്ട്. ഇത് നല്ലൊരു റെയർ ആയിട്ടുള്ളൊരു ചെടിയാണ്. ഇത് വന്നിട്ട് കെർലി ടോപ്പ് എന്ന് പറയുന്നൊരു ചെടിയാണ്. ഇത് കുറച്ചുകൂടെ ലീഫുകളെല്ലാം ഇങ്ങനെ ചുരുണ്ട് വരും. ലീഫുകളെല്ലാം ചുരുണ്ടി തന്നെ നിൽക്കും. അതാണ് കെർലി ടോപ്പ് എന്ന് പറയും. ഇതിൻ്റെ തന്നെ കുറച്ചുകൂടെ ഗോൾഡനായിട്ട് വേറൊരു വെറൈറ്റിയും മാർക്കറ്റിൽ കാണുന്നുണ്ട്. ഇത് വന്നിട്ട് ആമസോൺ എന്ന് പറയുന്ന ചെടിയാണ്. ശരിക്കുള്ള ആമസോൺ ഇത്രയും കുറച്ചുകൂടെ ഗ്രീനിഷ് വരുന്നതാണ്. ഇത് മ്യൂട്ടേഷനാണ്. കുറച്ച് കളർഫുള്ളായിട്ടുള്ള ചെടി ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്ത് വളർത്തുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കെർലി ടോപ്പ് എന്ന ചെടിയുടെ വേറൊരു മ്യൂട്ടേഷനാണ്. ഇത് ഗോൾഡൻ കെർലി ആണ് അറിയപ്പെടുന്നത്. കുറച്ചുകൂടെ ഗോൾഡായിട്ടുള്ള ചെടി, ഗോൾഡൻ കളറാണ്. ഇത് അഗ്ലോണിമയിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു ചെടിയാണ്. ഒരുപാട് ആവശ്യക്കാർ ചോദിക്കുന്ന ഒരു ചെടിയാണ്. ഇത് വന്നിട്ട് പിങ്ക് പനാമയിൽ തന്നെ പിങ്ക് ഉണ്ട്, പീച്ച്, റെഡ്, വൈറ്റ്, അങ്ങനെ പല കളറുണ്ട്. ഇത് വന്നിട്ട് പീച്ചാണ്. പീച്ചും പിങ്കും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ആണുള്ളത്. എങ്കിലും ഒറ്റ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ബ്ലാക്ക് സിയാം പെർഫെക്റ്റ് ആണ്. സിയാം പെർഫെക്റ്റിൻ്റെ തന്നെ ഒരു മ്യൂട്ടേഷനാണ്. പക്ഷെ നല്ല ഡാർക്ക് കളറാണ്. ഇത് സിയാം അറോറ വേരിഗേറ്റഡ് എന്ന് പറയും. നമ്മുടെ സിയാം അറോറ എന്ന് പറയുന്നത് പിങ്ക് ലിപ്സ്റ്റിക് അഗ്ലോണിമ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ മ്യൂട്ടേഷനാണ്. ഇത് വന്നിട്ട് ലീഫിലെല്ലാം നിറച്ച് വേരിയേഷൻസ് ഉണ്ടാവും.